ഹരേ കൃഷ്ണ. ഒരാൾ ഈശ്വരഭക്തനായിരിക്കുന്നതും ഈശ്വരൻ്റെ ഗുണങ്ങൾ സിദ്ധിച്ചവനായിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പലരും വിചാരിക്കുന്നത് ഈശ്വരഭക്തനായിട്ടുള്ള ഒരാൾ ഈശ്വര ഗുണങ്ങൾ പേറുന്ന ഒരാളായിരിക്കും എന്നുള്ളതാണ്. തെറ്റാണത്. ഈശ്വരഭക്തനായാൽ മാത്രം പോരാ, ആ ഗുണങ്ങളെ തന്നിലേക്ക് സ്വാംശീകരിക്കുകയും കൂടി വേണം. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ അഭയം പ്രാപിക്കുകയും ഒപ്പം തന്നെ ഭഗവാന്റെ ഗുണവിശേഷങ്ങളിലൂടെ നാം സഞ്ചരിക്കാൻ ശ്രമിക്കുകയും വേണം. ഇപ്പോൾ മഹാദേവൻ്റെ ഭക്തനായിട്ടുള്ള ഒരാൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മഹാദേവൻ്റെ ആ ഗുണങ്ങളെ കൂടി ഇയാൾ സംശീകരിക്കുമ്പോഴാണ് അയാൾ ഭഗവാന്റെ യഥാർത്ഥ അനുചരനാകുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭക്തനായി ഭഗവാന്റെ ചാരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ ഇവിടെ കർമ്മം ചെയ്യുന്ന ഈ ഭൂമി മണ്ഡലത്തിൽ അയാൾ ഭഗവാന്റെ ഗുണം കൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി ഈ കർമ്മത്തെ യഥാവിധി ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭക്തനായിരിക്കുകയും അധർമ്മിയായിട്ട് മാറുകയും ചെയ്യുന്ന ചില വ്യക്തികളെ നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാം. അവർ നോക്കുമ്പോൾ അവരൊരുപാട് ഭക്തിയായിരിക്കും കാണിക്കുന്നത്, പക്ഷെ അവരുടെ കർമ്മമണ്ഡലത്തിൽ അവർ അധർമ്മം കാണിക്കും. രാവണനൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പുണ്യങ്ങളെ നേടുന്നതിനോടൊപ്പം തൻ്റെ പ്രാർത്ഥനയിലൂടെ ഭഗവാനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ സംശീകരിക്കുകയും വേണം. ഒരുപാട് പേർ ഭഗവാന്റെ ആ പരിപാവനമായ തത്വങ്ങളെ പിന്തുടരുകയും തങ്ങളുടെ ജീവിതത്തിൽ മേൽക്കോയ്മ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗുണങ്ങൾ പേറുന്നവരുടെ 12 ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 ഗുണങ്ങൾ നമുക്കും കൈവരിക്കാൻ കഴിയുന്നതാണ്. കൃത്യമായ ഈശ്വരഭക്തിയും ഈ ഗുണങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടായി വരികയും നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 12 ഗുണങ്ങളെ മനസ്സിലാക്കുകയും ഭഗവാനോട് പ്രാർത്ഥന ചെയ്ത് നമ്മിലേക്ക് അവ എത്തിച്ചേർക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട കാര്യമാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. കൃഷ്ണന്റെ അനുഗ്രഹം പേറുന്നവരിൽ കാണുന്ന ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃഷ്ണമന്ത്രം ജപിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടായിരിക്കും അവർ സംസാരം ആരംഭിക്കുക. ചിലപ്പം സംസാരം നിർത്തുമ്പോൾ അവർ കൃഷ്ണ എന്ന് പദം പ്രയോഗിക്കും. കാര്യം അവരുടെ ചിന്തയിലും ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ കൃഷ്ണ എന്ന് പറയുന്ന നാമം ഉണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണപദം തന്നെയാണ്. നമ്മൾക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു ദിശാബോധം വേണ്ടേ? നമ്മൾ എങ്ങോട്ടാണ്, ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു അറിവ് വേണ്ടേ? ഇവർക്കറിയാം തങ്ങളുടെ സഞ്ചാരപാതയിലെ വെളിച്ചം കൃഷ്ണനാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ പദങ്ങൾക്കിടയിലും ചിലപ്പോൾ കൃഷ്ണ മന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. ഹരേ കൃഷ്ണ എന്ന് ഇവർ പലപ്പോഴും പറയുന്നതായിട്ട് നമുക്ക് കാണാം. ശരിക്കും ഭഗവാന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരിൽ ഇത് കാണാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർ സ്വാർത്ഥത ഇല്ലാത്തവരായിരിക്കും എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് മാനവ സേവയാണ് മാധവ സേവ എന്നുള്ളതാണ്. അതായത് എന്നെ സേവിക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ സേവിക്കുക, അശരണരെ സംരക്ഷിക്കുക, ഞാൻ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. അതായത് ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കും, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലൂടെ നിവർത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ, വിഷമിച്ചിരിക്കുന്നവരെയൊക്കെ നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് അവരെ സഹായിച്ച് അവരൊരു നിവൃത്തിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളിലൂടെ കൃഷ്ണൻ്റെ ഊർജം പ്രകോപിപ്പിക്കുകയാണ്. നമ്മുടെ ദോഷങ്ങൾ അവിടെ കെട്ടഴിഞ്ഞ് പോവുകയാണ്. ഈ കൃഷ്ണ ഭക്തിയുള്ളവരിൽ പ്രധാനമായിട്ട് കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വാഞ്ച, അതവരെ നല്ലൊരു തീരത്തെത്തിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോകുന്നവരായിരിക്കും. ഇവർക്ക് അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു മാനസിക അസ്വസ്ഥയായിരിക്കും. എന്തോ നഷ്ടപ്പെട്ടോ, എന്തൊക്കെ ഇല്ലാത്തതുപോലെ. ഡെയിലി ഭക്ഷണം കഴിക്കുന്നത് പോലെ അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് വിശപ്പുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അതുപോലെ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം വളരെ വലുതായിരിക്കും. ഇപ്പം ഡെയിലി പോകണമെന്നില്ല, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 2 ആഴ്ചയിലൊരിക്കലോ, ചിലപ്പോൾ മാസത്തെ ഒരിക്കലായിരിക്കാം. അങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷേ ഇവർ പൊതുവെ പോകുന്നത് കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളിലായിരിക്കും. അവിടെ പോകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഒരു എനർജി, ഒരു സമാധാനം എല്ലാം കിട്ടും. അങ്ങനെയുള്ളവരിലും ഭഗവാന്റെ കല തെളിഞ്ഞു നിൽക്കുന്നതാണ്. നാലാമത്തെ കാര്യം, നേതൃത്വ ഗുണം ഉള്ളവർ എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേതൃത്വശാലിയായിരുന്നു.
എല്ലാ കാര്യങ്ങളെയും കൂട്ടിയോജിപ്പിക്കാനും ഓരോരുത്തർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാനും നല്ലൊരു കോർഡിനേറ്ററായിട്ടാണ് ഭഗവാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൃഷ്ണപ്രഭാവമുള്ളവർ, കൃഷ്ണഭക്തരായിട്ടുള്ളവർ, കൃഷ്ണനിലേക്ക് മുന്നിട്ടിറങ്ങുന്നവർ, ചിലർ കണ്ടിട്ടില്ലേ, കൃഷ്ണഭക്തരാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല, അവർ എപ്പോഴും ധ്യാനം എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നു. എന്നാൽ ചില ഭക്തരാകട്ടെ കൃഷ്ണനെ നിതാന്തമായി ധ്യാനിക്കുകയും അവർ പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരിലൂടെയാണ് പൊതുവിൽ കൃഷ്ണൻ വെളിപ്പെടുന്നത്, മറ്റുള്ളവർക്കിടയിലേക്ക് വെളിപ്പെടുന്നത്. 5 ഭക്തർക്കിടയിൽ ഒരാൾ ഞാനായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് 5 ഭക്തർ നടന്നു പോകുന്നെങ്കിൽ അതിൽ 1 കൃഷ്ണനായിരിക്കും. നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളത് മാത്രം. ഇവരുടെ ഈ നേതൃത്വ പാഠവും കൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് ഭവിക്കും. മാത്രമല്ല ഇവരുടെ സഹായഹസ്തങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് നേട്ടം ഉണ്ടായി വരികയും ചെയ്യും. ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടിയവരിൽ ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. 5ാമത്തെ കാര്യം സമയനിഷ്ഠ പാലിക്കുന്നവർ എന്നുള്ളതാണ്. കൃഷ്ണൻ സമയത്തിൻ്റെ നിയന്ത്രിതാവാണ്. കാര്യം കാലം കടന്നു പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ആളാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ കൃഷ്ണഭക്തരായിട്ടുള്ളവർ, കൃഷ്ണനെ അടുത്തറിയുന്നവരെല്ലാം സമയത്തിന് വലിയ വാല്യൂ കൊടുക്കുന്നവരാണ്. കൃത്യസമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ സമയത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൂലം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങളുണ്ടായി വരും. നമ്മളൊരു വിജയിച്ച ഒരാളെ കാണുമ്പോൾ അയാൾ കൃഷ്ണഭക്തനും കൂടിയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇയാൾ കൃഷ്ണൻ്റെ ഗുണത്തെ തന്നിലേക്ക് ശീലിച്ച ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറിയതാണ്. 6ാമത്തെ കാര്യം മറ്റുള്ളവരെ നിന്ദിക്കാത്തവർ എന്നുള്ളതാണ്. കൃഷ്ണഭക്തരായിട്ടുള്ള ആൾക്കാർ അശരണരായിട്ടുള്ളവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെയോ വലിപ്പച്ചെറുപ്പത്തിൻ്റെ പേരിൽ നിന്ദിക്കുകയൊന്നുമില്ല. അവർക്കറിയാം ഈ പ്രകൃതിയിൽ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുണ്ട്, വസ്തുതകളുണ്ട് എന്നെല്ലാം അറിയാം. ഇതിലെല്ലാം തന്നെ ദൈവ സൃഷ്ടിയാണ്. ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഭഗവാന്റെ കരങ്ങൾ തന്നെയാണ്, ആ കാരുണ്യം തന്നെയാണ്. അപ്പോൾ ഒന്നിന് ഗുണമുണ്ട്, ഒന്നിന് ദോഷമുണ്ട് എന്നുള്ള രീതിയിൽ തരംതിരിവ് നടത്തിയിട്ട് 2 വ്യക്തികളെ 2 തട്ടിലേക്ക് മാറ്റിയെത്തുന്ന രീതിയൊന്നും ഇവർക്കില്ല. പകരം സമഭാവനയോടുകൂടി എല്ലാത്തിനെയും കാണാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അത് കൃഷ്ണ ചൈതന്യം വിളങ്ങുന്നവരുടെ പ്രധാന ലക്ഷണമാണ്. 7ാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന് കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇന്ന് രാവിലെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കോളൂ. 7ാമത്തെ കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ബഹുമാനാദികൾ നൽകുന്നവർ എന്നുള്ളതാണ്. അതായത് കൃഷ്ണൻ എപ്പോഴും സ്ത്രീ സംരക്ഷകനായിരുന്നു. അതുപോലെ കുട്ടികളെ പരിപാലിക്കുന്ന ദേവനും കൂടിയാണ്. കൃഷ്ണകല തെളിഞ്ഞിട്ടുള്ളവർ എപ്പോഴും സ്ത്രീകൾക്ക് പരിപൂർണമായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്നവരായിരിക്കും. ഒരു തരത്തിൽ അവരെ നിന്ദിക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒരു തരത്തിൽ അവർക്കൊരു മാനഹാനി വരുത്താനോ ഇവർ ആഗ്രഹിക്കില്ല. മാത്രമല്ല കുട്ടികളെ സംരക്ഷിച്ച് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നവരാണ്. മറ്റ് പുരുഷന്മാരെല്ലാം സഹോദര സ്ഥാനത്ത് കണ്ട് അവർക്ക് വേണ്ടുന്ന ആശീർവാദങ്ങളും അവർക്ക് വേണ്ടുന്ന ഗുണപരമായിട്ടുള്ള കാര്യങ്ങളും സമ്മാനിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള തെളിഞ്ഞ വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. 8ാമത്തത് ബുദ്ധിശക്തിയും കൗശലവും എന്നുള്ളതാണ്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിശക്തിയും കൗശലവും ഒക്കെ വളരെ ഏറി നിൽക്കുന്ന ഒരു പ്രഭാവമാണ്. അതുപോലെ തന്നെയാണ് കൃഷ്ണഭക്തരായിട്ടുള്ള കൃഷ്ണൻ്റെ ഗുണങ്ങളെ സംശീകരിച്ചിട്ടുള്ളവർ. അവർ കൃഷ്ണനെ കാണുന്നത് തങ്ങളുടെ ഗുരുവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയെല്ലാം ഇവർ കൃത്യമായി തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും എവിടെയാണ് തങ്ങളുടെ കൗശലം പ്രയോഗിക്കേണ്ടതെന്ന് അറിയുകയും, അതായത് ചില കാര്യങ്ങളിൽ ചിലർ ഏറ്റുമുട്ടാൻ ചെല്ലുമ്പോൾ ഇവരാകട്ടെ, ഈ ഇത്തരക്കാരാകട്ടെ അവിടെ തങ്ങളുടെ കൗശലം പ്രയോഗിച്ച് തങ്ങൾ വിജയിക്കാനാണ് നോക്കുന്നത്. എന്നാൽ സങ്കീർണമായ വിഷയങ്ങളിൽ ഇവർ തങ്ങളുടെ ബുദ്ധിശക്തിയായിരിക്കും പ്രയോജനപ്പെടുത്തുക. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രകൃതം ഈ കൃഷ്ണകല തെളിഞ്ഞവരിൽ ഉണ്ടായിരിക്കും. 9ാമത്തെ കാര്യം തകർച്ചയിലും മനഃശക്തി ചോരാത്തവർ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കൃഷ്ണഭക്തനായിരുന്നു അല്ലെങ്കിൽ ഒരു വേറൊരു ഈശ്വരൻ്റെ ഭക്തനായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും വന്നുകൂടില്ല എന്ന് ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗതിയുണ്ട്, അതിൽ പ്രയാസങ്ങളുണ്ടാകും. എപ്പോഴൊരു നദി ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയില്ല. പാറകളിൽ തലയല്ലി ചിതറി അത് ഒഴുകും, പിന്നെ ഹുങ്കാരത്തോടു കൂടി ഒഴുകും, പിന്നെ കുറേ നേരം ശാന്തമായിട്ട് ഒഴുകും, പിന്നെ വീണ്ടും അതിൻ്റെ സ്വഭാവം മാറും. ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറയുന്ന നദി ഇങ്ങനെ തന്നെയാണ്. പലവിധ ഫേസുകൾ അതിനുണ്ടായി വരും. ചില സമയത്ത് അടിപതറിപ്പോകുന്ന തകർച്ചകളും ഉണ്ടായി വരും. പക്ഷേ കൃഷ്ണകല തെളിഞ്ഞിട്ടുള്ളവർ, കൃഷ്ണനെ കൃത്യമായ നെഞ്ചിനുള്ളിൽ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളവർ അവിടെ പിടിച്ചു നിൽക്കും. അവർ മനഃശക്തി ചോരാതെ ആ കാര്യങ്ങളെ കണ്ടറിയും. പിന്നീട് പതിയെ പതിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരായിരിക്കും കൃഷ്ണകല തെളിഞ്ഞിട്ടുള്ളവർ. 10ാമത്തെ കാര്യം ശത്രുക്കളെ വേഗം തിരിച്ചറിയുന്നവർ എന്നുള്ളതാണ്.
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ശത്രു ഏതാണ്, അവൻ എങ്ങനെയായിരിക്കും തന്നെ ആക്രമിക്കുക എന്നുള്ള തിരിച്ചറിവ്. എങ്കിൽ മാത്രമായിരിക്കും അവന് പ്രതിരോധിക്കാൻ പറ്റുക. നമുക്ക് പ്രതിരോധമാണ് പ്രധാനം. ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കില്ല. ജലസി ഉണ്ടോ, അല്ലാതെ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടായി വരും. നമുക്ക് അതിന്മേൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവൻ്റെ നീക്കങ്ങളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത് കൃഷ്ണഭക്തരായിട്ടുള്ള, കൃഷ്ണഗുണങ്ങളെ തെളിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കഴിയുന്ന കാര്യമാണ്. അത് ഇവരുടെ പ്രധാന ലക്ഷണമാണ്. 11ാമത്തെ കാര്യം ഉത്തരവാദിത്വ ബോധമുള്ളവർ എന്നുള്ളതാണ്. അതായത് കൃഷ്ണന് തൻ്റെ സഹജീവികളോട് എപ്പോഴും ഒരു ഉത്തരവാദിത്വ മനോഭാവമുണ്ട്. അദ്ദേഹത്തിനെ വിളിക്കുന്നവരെ എല്ലാം അദ്ദേഹം ചേർത്ത് നിർത്തുകയും അവരുടെ പ്രയാസങ്ങളെയെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യും. അതുപോലെ കുടുംബത്തിനകത്തും സമൂഹത്തിലും ഉത്തരവാദിത്വ ബോധമുള്ള മികച്ച പൗരന്മാരായിരിക്കും കൃഷ്ണകല തെളിഞ്ഞിട്ടുള്ളവർ. അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ തികഞ്ഞ ധർമ്മിഷ്ഠരും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിട്ട് ഭാവിക്കുന്നതാണ്. 12ാമത്തെ കാര്യം സത്യസന്ധത മുഖമുദ്രയായിരിക്കും എന്നുള്ളതാണ്. കൃഷ്ണകല തെളിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും സത്യസന്ധമായിട്ടുള്ള ഭാവമേ കാണുള്ളൂ. മറ്റൊരാളെ ദ്രോഹിച്ചിട്ടോ മറ്റൊരാളുടെ എന്തെങ്കിലും തട്ടിയെടുത്തിട്ടോ ഇവർ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. മോശപ്പെട്ട ഒന്നിലേക്കും ഇവർ വഴുതി വീഴാറില്ല. കാരണം ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടെന്ന് ഏതാണ്ട് ഒരു ധാരണ ഇവർക്കുള്ളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന മോശപ്പെട്ട പ്രവൃത്തികളുടെ അനന്തരഫലം കഠിനമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഇവർ മോശപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ചെന്നപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്താൻ ഇവർ തയ്യാറായിരിക്കും. അപ്പോൾ ഇതാണ് കൃഷ്ണനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ 12 ഗുണവശങ്ങൾ. പലപ്പോഴും പലർക്കും ഒരു സംശയം തോന്നി, ഈ 12 ഗുണവശങ്ങളൊക്കെ കേട്ടു, ഇതിൽ കുറച്ചൊക്കെ എനിക്കുണ്ട്, ഇനി ചിലതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ ഉണ്ട്, അതെങ്ങനെ എനിക്ക് കിട്ടും? അത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ നമുക്കത് എളുപ്പമാണ്. കൃത്യമായ രീതിയിൽ ഭഗവാനെ മന്നം ചെയ്യുക, കൃഷ്ണനെ നന്നായിട്ട് മുറുകെ പിടിക്കുക, ജീവിതത്തിൽ കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും കൃഷ്ണനെ അറിയുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവുകയും തൊഴുകയും മാത്രമല്ല, കൃഷ്ണലീലകളെ വായിക്കുക, കൃഷ്ണലീലകളെ അടുത്തറിയുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് പ്രധാനമായിട്ടും ഭഗവത്ഗീത വായിക്കുക എന്നുള്ളതാണ്. ഗീതാപാരായണം നിങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കും. ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജീവിതചര്യയിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഗുണങ്ങളായിട്ട് പരിവർത്തിക്കുന്നത്. അപ്പോൾ കൃഷ്ണ ചൈതന്യം നിറഞ്ഞവർ എല്ലാവരും ഗീത വായിച്ചിട്ടുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാനെ അടുത്തറിഞ്ഞ് പല ഗീതികൾ കേട്ടും അവരുടെ ജീവിതത്തിൽ അവരുടെ തെളിഞ്ഞ ചിന്തയോടുകൂടി സമീപിച്ചിട്ട് അവർ നേടിയെടുത്തായിരിക്കാം. എന്നാൽ കൃത്യമായ രീതിയിൽ ഗീത വായിച്ചും നമുക്ക് കൃഷ്ണലീലകളെ, കൃഷ്ണൻ്റെ മഹത്വങ്ങളെ, കൃഷ്ണൻ്റെ ഉദ്ബോധനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. അപ്പോൾ നിങ്ങളിൽ ഈ അനുഗ്രഹ കലകൾ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഗീത പാരായണം ചെയ്യണം. അത് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യും, നിങ്ങളുടെ നെഗറ്റീവുകൾ മാറ്റും, നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെ സമ്മാനിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.